വൈറ്റമിൻ ഡി രക്തത്തിൽ കുറഞ്ഞു പോയാൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? പലരും വിചാരിക്കുന്നത് ശരീരം വേദന, മസിൽ വേദന, എല്ലുകൾ ശോഷിച്ചു പോകും, ഇതൊക്കെയാണ് പ്രധാന ലക്ഷണമെന്ന്. അല്ല, ഒരു പ്രധാനപ്പെട്ട രോഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതിന് വൈറ്റമിൻ ഡി കുറയുന്നത് കാരണമാകാറുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ രോഗപ്രതിരോധ ശേഷി നിയന്ത്രിക്കുന്ന കില്ലർ ടി സെൽസിന്റെ പ്രൊഡക്ഷൻ ശരീരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി വേണം. ഈ കില്ലർ ടി സെൽസ് ആണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന വൈറസുകളെ നശിപ്പിച്ച് ശരീരത്തിനെ രോഗവിമുക്തമാക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ ഫോം ചെയ്യുന്ന നമ്മുടെ ആരോഗ്യമില്ലാത്ത ക്യാൻസർ കോശങ്ങളെ നശിപ്പിച്ച് കളയുന്നതും ഈ കില്ലർ ടി സെൽസ് ആണ്. കില്ലർ ടി സെൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് അസുഖങ്ങൾ വന്നു എന്ന് വരാം. റോഡിൽ കൂടി പോകുന്ന വൈറസുകൾ വരെ നിങ്ങളെ കയറി പിടിച്ചു എന്ന് വരാം. ശരീരം ഇടയ്ക്കിടയ്ക്ക് രോഗഗ്രസ്തമാകുന്ന ഒരു അവസ്ഥ, ഈവൻ ക്യാൻസറിലേക്ക് വരെ ചെന്നെത്തിച്ചു എന്ന് വരാം. നിങ്ങൾക്ക് വരുന്ന ശരീരം കഴപ്പ്, മസിൽ പെയിൻ, നിങ്ങൾക്ക് ഓർമ്മക്കുറവ്, അമിതമായിട്ടുള്ള ക്ഷീണം, ഇതെല്ലാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുമെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് രോഗപ്രതിരോധ ശേഷി കുറയുന്നതിന് വൈറ്റമിൻ ഡി കുറയുന്നത് കാരണമാകാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ രക്തം പരിശോധിച്ച് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് കൃത്യമായി വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ദിവസം രാവിലെ 10 മണി മുതൽ 3 മണി വരെയുള്ള വെയില് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു 15 മിനിറ്റ് കൊള്ളുന്നതും വൈറ്റമിൻ ഡി കുറയാതെ നിലനിർത്തുന്നതിന് സഹായിക്കും. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്തോളൂ.